ഇതാണ് എല്ലാം തലകുത്തി വീടല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ്. സൺഡേ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു ഉൾട്ടാഗർ കാണാൻ പോയാലോ എന്ന്. കിട്ടിയ ഓഫറിൽ വേണ്ടാന്ന് വച്ചില്ല. ഉൾട്ടാഗറെങ്കിൽ ഉൾട്ടാഗർ. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഏട്ടൻ്റെ 3 ഫ്രണ്ട്സും അവരെ ഫാമിലിയും കൂടെയുണ്ട്. തലകുത്തി നിൽക്കുന്ന വീട്, അതാണ് ഉൾട്ടാഗർ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 23 കിലോമീറ്റർ വരും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊരു 11:30 കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ബനാർഹട്ട് ടീ ഗാർഡൻ്റെ അടുത്തായിട്ടാണ്. നമ്മളിങ്ങനെ കുറച്ച് ദൂരമൊക്കെ കഴിഞ്ഞപ്പോൾ മെയിൻ റോഡിൽ നിന്ന് മാറി ഉള്ളിലോട്ട് കയറി. ഇവിടുത്തെ ഗ്രാമപ്രദേശം എന്ന് പറയാം. ഇന്നിവിടെ വസന്ത പഞ്ചമി ആയതുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ബിനഗുരി, വെസ്റ്റ് ബംഗാളാണ്. ഇത് ഭൂട്ടാൻ ബോർഡറായിട്ട് വരും. ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഭൂട്ടാൻ എത്തും. അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂട്ടാനീസ്, നേപ്പാളീസ് ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇവരുടെ വീടൊക്കെ കാണാൻ നല്ല രസമാണ്. ശരിക്കും ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ച് അടിപൊളിയാണ് കാണാൻ. ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റിയെങ്കിലും ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. പുറത്തിങ്ങനെ ചെറിയ ഫുഡ് സ്റ്റാളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 3 വയസ്സിന് അകത്തുള്ള കുട്ടികൾക്ക് ഫ്രീ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നോട്ടീസും ബോർഡോ ഒന്നും ഞങ്ങൾ കണ്ടില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചു. ഒരു ഒഴിഞ്ഞ ഒരു ഏരിയയാണ്, കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഉൾട്ടാഗർ കാണാൻ വേണ്ടി നടന്ന് ഞങ്ങൾ കണ്ടത് ഉൾട്ടാ താജ്മഹലാണ് കണ്ടത്. തലകുത്തി നിൽക്കുന്ന താജ്മഹൽ. തൊട്ടടുത്ത് പിരമിഡും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കാണാൻ വന്ന ഉൾട്ടാഗർ ഇതാണ്, തലകുത്തി നിൽക്കുന്ന വീട്. ഞാൻ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പഴയ ഏതോ പുരാതന വീട് വല്ലതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. വന്നതല്ലേ, അകത്ത് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കിച്ചണിലെ സാധനങ്ങളെല്ലാം തലകുത്തി വെച്ചിട്ടുണ്ട്. ബാത്റൂമിലെ ക്ലോസറ്റ് എല്ലാം മുകളിൽ ഇരിപ്പുണ്ട്. കട്ടിൽ, സോഫ, ചെയർ, ഡൈനിങ് ടേബിള്, ഒരു കാറുണ്ട്. കാറും തലകുത്തി വെച്ചിരിക്കുകയാണ്. വന്നത് വെറുതെ ആയല്ലോ ഈശ്വര എന്ന് കരുതി. കൊച്ചുങ്ങൾക്കുള്ള റൈഡിൽ കയറാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ പിള്ളേരെയും കൊണ്ട് റൈഡിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് ചെന്നപ്പം ഇതാണ് അവസ്ഥ. എല്ലാ സാധനങ്ങളും തുരുമ്പിച്ച്, ബെൽറ്റൊന്നും പ്രോപ്പറല്ല, ഒരു സേഫ്റ്റി ഇല്ലാത്ത കുറേ സാധനങ്ങൾ. എല്ലാത്തിനും 100-150 രൂപ. എന്തായാലും കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നതല്ലേ എന്ന് വിചാരിച്ച് ലാസ്റ്റ് ഈ ഒരു ട്രെയിനിനകത്ത് പിള്ളേരെ എല്ലാവരെയും കയറ്റി. ഇതും 100 രൂപയാണ് അങ്ങനെയാണ് ടിക്കറ്റ് ഒരു കുഞ്ഞിന്. ഇതിലൊരു 3-4 റൗണ്ട് പിള്ളേരെ കൊണ്ട് ചുറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ജമ്പ് ചെയ്യുന്ന ബോളിനകത്ത് കുഞ്ഞുങ്ങൾ കളിച്ചു. അവർക്കൊരു എൻജോയ്മെൻറ്റായി. അല്ലാണ്ട് 70 രൂപ കൊടുത്ത് കാണാൻ വേണ്ടി ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എടുത്തു പറയേണ്ട. അങ്ങനെ കുഞ്ഞുങ്ങൾ കുറച്ച് നേരം അതിനകത്ത് കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലോട്ട് കയറി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. എനിക്കതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നല്ല ഫുഡായതുകൊണ്ട് തന്നെ വന്നത് നഷ്ടമായില്ല. ഫുഡെങ്കിലും കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.